പിന്നെ ഹാങ് സ്പേസും ഇല്ല സ്പീഡും ഇല്ല. എന്തുവാടേ ഒന്ന് ചേഞ്ച് ആയിക്കൂടെ? ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. ഹായ് മണി. ഹായ്. നമ്മളിപ്പോ മറ്റേ ഇതിന് മുമ്പാ സംസാരിച്ചത്. അന്ന് രാധേശ്യാമ ഉണ്ടായിരുന്നു, റിഹേഴ്സലിന്റെ സമയമായിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ അജിത്തിനൊപ്പമുള്ള സിനിമയും റിലീസ് ചെയ്യായിരുന്നു. അപ്പൊ ഐഷയും അതിന് ശേഷമാണ്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ചോദിക്കാനുള്ളത്, അന്ന് ഈ അജിത് സാറിനോടൊപ്പമുള്ള റൈഡ്, ഞാനൊരു ഭയങ്കര അജിത്ത് ആരാധനയൊക്കെ ആവാറുണ്ട്, അദ്ദേഹത്തിനൊപ്പമുള്ള റൈഡാണ്. പക്ഷെ ഈ റീസെന്റ് കണ്ടൊരു പിക്ചർ BMW റൈഡ് ചെയ്യുന്നതാണ്. ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്ന രീതിയിൽ എത്തിയോ? കാറ് പോലെ കയ്യിൽ ഒതുങ്ങുന്നവരായോ ബൈക്ക്? ഒരു പ്രാക്ടീസ് സെഷന് പോയതായിരുന്നു. അപ്പൊ ആ സമയത്തുള്ളൊരു ഫോട്ടോ വെറുതെ രസത്തിന് ഫോട്ടോ എടുക്കുമല്ലോ, അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. ബെറ്ററായി വരുന്നുണ്ട്. എന്നാലും എന്റെ തൃപ്തിക്ക് അനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഇനിയും ആയിട്ടില്ല. അതിന് ഒരുപാട് ദൂരം പോകാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബുള്ളറ്റ് ഓടിക്കാന്നൊക്കെ ഉള്ളത് ഭയങ്കര ബക്കറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട്, ബക്കറ്റ് ലിസ്റ്റ് തന്നെ പിന്നെ ഒരു കോമഡി ആയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. വർഷങ്ങളായിട്ട് എന്റെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതിലൊന്ന് ഈ ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതായിരുന്നു. അതെപ്പോഴോ കുട്ടിക്കാലം തൊട്ടുള്ള സിനിമകൾ കണ്ടിട്ടോ അതോ എന്തോ ഇനി ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ എപ്പോഴോ കേറിക്കൂടിയ ഒരു ആഗ്രഹമായിരുന്നു കുട്ടിക്കാലം തൊട്ട്. റീസെന്റ് ആയിട്ടൊന്നുമല്ല. ഓ, അതെന്തായിരിക്കും അതിലേക്ക് ഒരു ഇത് സിനിമയാണോ എന്തായാലും ഒരു ഇൻസ്പയർ ചെയ്യുന്നത് എന്താ? പിന്നെ ഒരു ബുള്ളറ്റ് ഓടിച്ച് പോകണം. ഇപ്പോഴും അതിന്റെ കാരണം അറിയില്ല. പക്ഷെ എങ്ങനെയോ ആ കാരണം, അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെയോ ആഗ്രഹം കടന്നുകൂടി. അറിഞ്ഞോ അറിയാതെയോ സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും കാണും. ഇപ്പൊ ഈ ഒരു കമ്പാനിയൻഷിപ്പ് പോലെയാണല്ലോ ആളുകൾ ഒരു വണ്ടിയെ കാണുന്നത്. ചില ആളുകൾ അവരുടെ വണ്ടിക്ക് പേരിടും, ബാക്കി ഇപ്പം കൈ വേദനിച്ചാലും വണ്ടിക്ക് വേദനിക്കും എന്നൊക്കെ കരുതുന്ന പോലെയാണല്ലോ. ഈ ബൈക്കിലേക്ക് വന്ന സമയത്ത് അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് വരുന്ന രീതിയിലായിട്ടുണ്ടോ? എങ്ങനെയാണത്? തീർച്ചയായിട്ടും ഞാൻ അത് ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് പേരിടും, ഞാൻ വണ്ടിയോട് സംസാരിക്കും, അതൊക്കെ ഉണ്ട്. കാറായാലും ബൈക്കാണെങ്കിലും ഉണ്ട്. അപ്പൊ എന്താ ഈ വണ്ടിയുടെ പേരെന്താ? നമ്മളിപ്പോ പോകുന്ന വണ്ടിയുടെ പേരെന്താ? സിംഗം. അപ്പോ സിംഗത്തെക്കാൾ വലിയ സിംഗായിരിക്കാം BMW ബൈക്ക്. അതോ? അത് പക്ഷെ കുറച്ചും കൂടി ബഗീര, ബ്ലാക്ക് പാന്തറിന്റെ ഒക്കെ ഒരു ഫീലിലാണ് ഉള്ളതല്ലേ. അപ്പൊ നമ്മൾ ബാക്ക് ടു സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ന്യൂസുകളിലൊന്ന് ഫുട്ടേജ് വരാൻ പോകുന്നു. ഫുട്ടേജ് ഒരു എല്ലാ നിലയ്ക്കും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള. ഐഷയ്ക്ക് ശേഷം മലയാളത്തിൽ എന്റെ ഒരു റിലീസ് വലിയ ഗ്യാപ്പിന് ശേഷം വരികയാണ്. ഫുട്ടേജിന്റെ എന്തായാലും അതിന്റെ ഒരു ടീമും ബാക്കിയുള്ള സൈജു അടക്കമുള്ളവരോട് നമുക്ക് സംസാരിക്കാം. അതിനെക്കുറിച്ച്, കാരണം അത് അവരുടെ ചിന്തയിൽ നിന്ന് വന്ന വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആധികാരികമായിട്ട് അർഹതയുള്ളത് സൈജുവിനും അതിന്റെ റൈറ്റർ ഷബ്ന അവർക്കൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ അവരെ കാണുമല്ലോ. വേട്ടയ്യനാണല്ലോ അതിനിടയിൽ വന്ന. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എനിക്ക് മധുച്ചേട്ടൻ തന്നെ പാരലലി എക്സൈറ്റഡ് ആയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് കുട്ടികൾ മറ്റേ ഊട്ടി ടൂറൊക്കെ പോകുന്ന പോലെ രജനീകാന്തിന് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു ലളിതം സുന്ദരത്തിൽ ചേട്ടൻ ഡയറക്ട് ചെയ്യുന്നത് കൊണ്ട് ചേട്ടൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ വേറെ ഈ അടുത്ത കാലത്ത് എന്റെ ഒരു സെറ്റിലും ചേട്ടൻ വന്നിട്ടില്ല. പക്ഷെ ഇത് ചേട്ടൻ ആഗ്രഹമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയവും അതേപോലെ രജനി സാറിന്റെ പെർമിഷനും ചോദിച്ചിട്ട് ഞാനിങ്ങനെ ചെന്നൈയിലേക്കാണ് സോങ് ഷൂട്ടിന്റെ സമയത്ത് വരാൻ പറഞ്ഞത്. വേട്ടയിലാണെങ്കിലും വേട്ടയില് രജനീകാന്ത് ഉണ്ട്, മഞ്ജു വാര്യർ, ഫഹദ്, ഭയങ്കര ഒരു ഹെവി കോംബോ സിനിമയായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അവിടെ ബച്ചൻ സാറുണ്ട്, എല്ലാരും ഒരു കോമ്പിനേഷൻ ഉള്ള സിനിമയാണ്. അങ്ങനെ ഒരു മെഗാ കോമ്പിനേഷൻ ആണ്. എന്താ എല്ലാവരുടെയും മേജർ കോമ്പിനേഷൻസ് രജനി സാറിന്റെ കൂടെയാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് എല്ലാവരും തമ്മിലുള്ള കോമ്പിനേഷൻസ് ഇതിൽ കുറവാണ്. കാരണം കഥ ഒരു രജനീകാന്ത് സിനിമയാവുമ്പോൾ കഥയുടെ ഘടനയും അങ്ങനെ ആയിരിക്കുമല്ലോ, അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയായിരിക്കും കഥ. അതെ, ബാക്കി എന്റെ കഥാപാത്രം ശക്തമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്താന്ന് എനിക്കറിയാമോ?
ജ്ഞാനവേൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാം. അദ്ദേഹം ജയ്ഭീം പോലെയുള്ള പടത്തിന് മനോഹരമായിട്ടുള്ള ഒരു സിനിമ ചെയ്ത് മേക്കറുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എനിക്ക് ആക്ച്വലി. ഓഫ് കോഴ്സ് രജനി സാറിന്റെ കൂടെ അഭിനയിക്കുന്ന എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിനെക്കാട്ടിലും ഒക്കെ ഞാനും ഇവോൾവ് ആയി മേക്കറിലാണ് ഞാൻ എക്സൈറ്റഡ് ആവുന്നത് ഇപ്പൊ കൂടുതൽ. അപ്പൊ അത് ആ സിനിമയ്ക്കുണ്ട്, ആ എക്സൈറ്റ്മെന്റ് എനിക്ക് തീർച്ചയായിട്ടും ആ സിനിമയ്ക്കുണ്ട്. ബഗീരയുടെ കാര്യം പറഞ്ഞപ്പോഴൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ എല്ലാം ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ വണ്ടിയിൽ കയറാനുള്ളതിനപ്പുറത്തൊരു ലോങ് ട്രാവലോ ജേണിയൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ആളുകൾ ഹിമാലയൻ റൈഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോങ് റൈഡ് അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടോ? ശരിക്കും എന്താ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം ബഗീരിയെ മെരുക്കി എടുക്കണം, മുഴുവനായിട്ട് കൈവഴക്കത്തിലെത്തട്ടെ, മുഴുവനായിട്ട് എന്റെ കൺട്രോളിൽ വരുത്തണം. അതിനൊക്കെ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. പ്രാക്ടീസും അതിന്റെ ടെക്നിക്സ് പഠിക്കലും ഒക്കെ. ഞാൻ വളരെ ബിഗിനറാണ്. ഇപ്പോഴത്തെ ജൻസി ഭാഷയിൽ നൂബിന്നോ അങ്ങനെ എന്താ പറയും, ആ ലെവലൊക്കെ ഞാൻ എത്തിയിട്ടുള്ളൂ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഒന്ന് അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം എനിക്ക് റൈഡ്സ് ഒക്കെ തീർച്ചയായിട്ടും, അല്ലാതെ തന്നെ ചെറിയ റൈഡ്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. കൺട്രോൾ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട്, എനിക്ക് തൃപ്തിയുള്ള ഒരു ലെവലുണ്ട്. അതിന് എത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഈ പിന്നെ നമ്മുടെ വേട്ടയിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വിത്ത് രജനീകാന്ത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു പവർ ഫാക്ടറി പോലെയാണല്ലോ ആക്ടർ കാണുന്നത്. ഒരു ആക്ടിങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെയാണ്? ബച്ചൻ സാറിന്റെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല ലെജൻഡറി ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്തല്ലോ. ഒരു പെർഫോമർ എന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കോമ്പിനേഷനിൽ? ഞാൻ തീർച്ചയായിട്ടും നമ്മൾ കുട്ടിക്കാലം തൊട്ട് കണ്ട് സിനിമകളൊക്കെ കണ്ട് ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ള തീർച്ചയായിട്ടും ഒരു സ്റ്റാർ തന്നെയാണ് രജനി സാർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് കൗതുകമായിരുന്നു കൂടുതൽ. അതായത് നമ്മൾ സിനിമകളിലാണല്ലോ അദ്ദേഹത്തിന്റെ സ്വാഗും മാനറിസംസും അങ്ങനെ. പക്ഷെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പുള്ളികൾ ഇൻബിൽറ്റ് ആണ് അതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പുള്ളി ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ ആ ഒരു ഭയങ്കര ചടുലതയുള്ള പോലെ, നല്ലൊരു ഭയങ്കര എനർജി. പക്ഷെ ഓഫ് കോഴ്സ് ഇവരെ ഇന്ന് എന്താണോ അതൊക്കെ ആയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ വളരെ ഹമ്പിളായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരിൽ എല്ലാവരും കാണുന്നത് പോലെ തന്നെ വളരെ ഡൗൺ ടു എർത്തും, എങ്ങനെ നമ്മളെപ്പോലെ ഇത്രയും അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊക്കെ എക്സ്പീരിയൻസ് വളരെ കുറവാണ്. പക്ഷെ നമ്മളെപ്പോലും ഒരു ഒപ്പത്തിനൊപ്പം കാണുക, അതേ ഇങ്ങോട്ട് റെസ്പെക്റ്റ് തരിക എന്നൊക്കെ പറയുന്നത് ഞാൻ എല്ലാവരിലും ഒരേപോലെ കണ്ടിട്ടുള്ളൊരു വലിയ ക്വാളിറ്റിയാണ്. ഇൻക്ലൂഡിങ് ബച്ചൻ സാർ ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും. ഇപ്പൊ ഞാൻ വിജയ് സേതുപതിയുടെ കൂടെ അതും ഒരു എക്സൈറ്റിംഗ് ന്യൂസ്. കാരണം വെച്ചാൽ നമ്മള് മലയാളത്തിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായി എന്ന് പറയുമ്പോൾ തമിഴില് ഭയങ്കര സൂപ്പർ എക്സൈറ്റിംഗ് പടങ്ങൾ വരികയാണ്. തുണിവിന് ശേഷം വേട്ടയ്യൻ വരുന്നു, വിടുതലൈ 2 വരുന്നു, മിസ്റ്റർ എക്സ് വരുന്നു, വിടുതലൈ 2 again with വെട്രി സാർ. നമ്മളെല്ലാം എക്സ്പെക്ട് നേരത്തെ പറഞ്ഞില്ലേ മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അസുരൻ ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ, അസുരന്റെ അതേ ടീമാണല്ലോ, ധനുഷ് സാർ മാത്രമേ ഉള്ളൂ മാറിയിട്ടുള്ളത്. അപ്പോൾ അതേ ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു തമിഴിൽ ആദ്യമായിട്ടൊരു ടീം റിപ്പീറ്റ് ചെയ്യുന്നത്. അതെ, വളരെ എന്നുവെച്ചാൽ ആകെ 3-4 സിനിമയെ ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ വീണ്ടും ഒരേ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് വലിയ സന്തോഷം തന്നെയായിരുന്നു. അല്ല, ഈ വെട്ടറിമാരൻ ഇന്റർവ്യൂവിൽ തന്നെ മഞ്ജു വാര്യരുടെ ആ ഒരു ക്യാരക്ടർ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാം അസുരനിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞത്. ഇപ്പം വിടുതലൈ 2 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് വന്നു, സൂര്യയുടെ പാർട്ട് വന്നു, ഇനി വിജയ് സേതുപതിയുടെ അല്ലെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു സ്റ്റോറി ആണല്ലോ ഉള്ളത്. അതെ, വിടുതലൈ 2 സേതു സാറിന്റെ, വിജയ് സേതുപതിയുടെ അദ്ദേഹത്തിന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയിലുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച സമയത്ത് ഈ തുണിവിലെ ആക്ഷനെ കുറിച്ച് എന്നോട് ഭയങ്കര കുറച്ചുള്ള ഹിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. ഞാൻ 12:30 പോയിട്ട് ഈ ലേറ്റ് നൈറ്റിൽ പോയിട്ട് ഷോ കണ്ട ഒരാളാണ്. അപ്പോൾ ഒരു ഗണ്ണിന് പകരം ഉപയോഗിക്കാൻ എനിക്ക് വന്നതൊരു 10-15 ആക്ഷൻ സിനിമ ചെയ്ത ഒരാൾക്ക് കിട്ടാവുന്ന വിധത്തിൽ എല്ലാ ടൈപ്പ് ഗണ്ണും ഷോട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഹെവി വെയിറ്റ് ആക്ഷൻ സിനിമയായിരുന്നു. പേര് പോലും അറിയില്ല എനിക്ക്, അതിൽ ഉപയോഗിച്ച ചില തോക്കുകളുടെ പേര് പോലും എനിക്ക് അറിയില്ല, ഇന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇത് ഇപ്പൊ വേട്ടയിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു ഗൺ ആൻഡ് ഫൈറ്റ് മോഡലുള്ള ഒരു സംഗതിയാണോ? അത് പറയാവുന്നതാണോ? അതിനെ കുറിച്ച് കൂടുതലൊന്നും
അതൊക്കെയല്ലേ രസം. അതിങ്ങനെ തിയേറ്ററിൽ പോയി അതിന് കാണുമ്പോൾ അതിന്റെ കൗതുകം വേറെയാണല്ലോ. അതേപോലെ തന്നെ എന്നാൽ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലും ഒരു റോ ഏജൻസിയുടെയും അതിലെ റോ ഓഫീസേഴ്സിന്റെയും അങ്ങനത്തെ ഇല്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും കാണും. പക്ഷെ എന്തൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ കാണുന്നുള്ളത് സിനിമ കണ്ട് തന്നെ അറിയുക നല്ലത്. ശരിക്കും ഈ 3 വലിയ പ്രൊജക്ടിന് വേണ്ടിയിട്ടായിരുന്നു മലയാളത്തിൽ ഗ്യാപ്പ് വന്നല്ലേ? ആയിഷയ്ക്ക് ശേഷം ഫുട്ടേജ് വരെ അറിയാതെ സംഭവിച്ചു പോയതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകള് തമിഴിൽ നിന്ന് വന്നപ്പോൾ അത് ബാക്ക് ടു ബാക്ക് ഒരു 3 എണ്ണം ഒന്നിച്ച് ഒരേ സമയത്ത് ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എമ്പുരാൻ മാത്രമാണ് മലയാളത്തിൽ ചെയ്യാൻ സമയം ഇതുപോലെ മറച്ചു വെക്കേണ്ട അടുത്ത പ്രൊജക്ട്. മറ്റ് 1-2 സിനിമകൾ എനിക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. ഡേറ്റ് ക്ലാഷസും ഉണ്ട്. അതെ. ഇപ്പൊ നേര്, അതേപോലെ ഇപ്പോ ലാലേട്ടൻ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തരുൺമൂർത്തിയുടെ പടം. അപ്പൊ അതിലേക്കൊക്കെ വളരെ സങ്കടത്തോടെ ആദ്യം അല്ലേ അതിന്റെ ഒരു അൺഒഫീഷ്യൽ ഡീറ്റെയിൽസിലൊക്കെ മോഹൻലാൽ മഞ്ജു വാര്യർ പ്രൊജക്ട്. പക്ഷെ ആ സിനിമ എങ്ങനെയാണോ സംഭവിക്കേണ്ടിയിരുന്നത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഒരു നല്ല സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എമ്പുരാൻ എനിക്ക് തോന്നുന്നത് നേരത്തെ വന്നതിന്റെ ഒരു ഫ്രാഞ്ചൈസ് മോഡൽ എന്നുള്ളതിനേക്കാളും വലിയ പ്രൊജക്ട് ആയിട്ടാണല്ലോ വരുന്നത്. അതെ. അതെന്താ എന്തെങ്കിലും ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് അത്. എല്ലാവർക്കും അറിയുന്ന വിവരം. എന്താ പറയാ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ നല്ലതാണെന്നും പറയാം ചീത്തയാണെന്നും പറയാം. ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ സിനിമകളുടെ ഒക്കെ പ്രത്യേകത. അല്ല, ആക്ടർ എന്നുള്ള രീതിയിലല്ലേ നമുക്കൊരു പ്രൊമോഷൻ രീതിയിൽ ഒന്നും തന്നെ കണ്ടറിയണം. അതെ, കാരണം അത് ഒരു സിനിമ അതിലൊരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി അതേപടി നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഇഷ്ടം. എന്താണെന്നുള്ളത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിട്ട്. അതെ. അതിൽ ത്രിൽഡ് ആവുക, എക്സൈറ്റഡ് ആവുക, സർപ്രൈസ്ഡ് ആവുക എന്നുള്ളത് ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നല്ല സിനിമകളിൽ വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ വർക്ക് ചെയ്യാനുള്ള നല്ല ടീമിൻ്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് എപ്പോഴും ആഗ്രഹം അങ്ങനെയായിരുന്നു. ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതിന് തണുപ്പുമില്ല. ഒരു ഓവൻ ഉണ്ട്, അതിന് ചൂടുമില്ല. ഒരു ചേഞ്ച് മനസ്സ് വെച്ചാൽ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ മികച്ച ബ്രാൻഡുകളും വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. ഇതിലും ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഫാക്ടർ ഉണ്ടാവില്ല. ഇപ്പം 3-4 പ്രോജക്റ്റ് ഒരേ പ്രാധാന്യമുള്ള പലതരത്തിൽ ആ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കാണുമ്പോൾ ഡേറ്റ് ക്ലാഷസ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഇതെടുക്കണം ഇതെടുക്കാതിരിക്കണം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുക ഭയങ്കര എളുപ്പമാണോ? അല്ല. അതിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സങ്കടത്തോടു കൂടിയാണെങ്കിലും നേര്, തരുൺമൂർത്തി പടം, അങ്ങനെയുള്ള നല്ല സിനിമകൾ, ജിത്തു ജോസഫിന്റെ കൂടെയുള്ള സിനിമ, തരുൺമൂർത്തി, ഇവരൊക്കെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു, പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടന്റെ കൂടെ ഏത് സിനിമ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര മറക്കാനാവാത്ത വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ നല്ല കഥാപാത്രങ്ങളുമാണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ എന്താ പറയാ, നമ്മൾ മറ്റേ തമിഴ് സിനിമകൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയ ഡേറ്റ്സ്, ഓൾറെഡി കൊടുത്ത ഡേറ്റ്സിലാണ് ഇവർക്കും ഡേറ്റ്സ് വേണ്ടി വരിക എന്നുള്ളത്. പിന്നെ കുറച്ചുകൂടി ലെങ്തി ഷെഡ്യൂൾ ആണല്ലേ തമിഴ് വരുമ്പോൾ അല്ലേ? ലെങ്തി എന്നുള്ളതിനെക്കാട്ടിലും സ്കാറ്റേർഡ് ആണ് ഷെഡ്യൂൾസ്. മലയാളത്തിൽ ഒറ്റ സ്ട്രെച്ചിനാണ് ഷൂട്ടുകൾ മിക്കതും ഫിനിഷ് ചെയ്യാൻ ഉള്ള, അങ്ങനെയാണ് ചെയ്യാറ്. തമിഴിൽ പക്ഷെ അങ്ങനെ അതിൽ നിന്നും വ്യത്യസ്തമാണ് തമിഴിൽ. ഞാൻ നേരത്തെ വിട്ട ബഗീരയുടെ കാര്യത്തിൽ ഒരു കാര്യം വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അമ്മ എപ്പോഴും ഒരു നമ്മൾ ഷാഡോ പോലെ, ഇപ്പം മഞ്ജു വാര്യർ എന്ന് പറയുന്ന സമയത്ത് പെർഫോമൻസിന്റെ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് രാധേശ്യാം കണ്ടതാണ്. ഇവിടെയെല്ലാം മറ്റൊരു ചിയർ ലീഡർ പോലെ അമ്മയുണ്ടല്ലോ. അമ്മയെ ഈ ബക്കറ്റ് ലിസ്റ്റ് പ്ലാനിലുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം ബുള്ളറ്റ് ആയിരുന്നു. അതിവിടെ BMW എന്നുള്ളൊരു ആഗ്രഹത്തിലെത്തുന്നു. അമ്മയെ കൂടെ കൊണ്ട് ഓടിച്ചു പോയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, കാരണം എനിക്ക് അതിനുള്ള ഒരു ധൈര്യം വന്നിട്ടില്ല. ഇന്നലെയും കൂടി വേറൊരു പ്രാക്ടീസ് സെഷന് പോയിരിക്കായിരുന്നു ഞാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയോട് സംസാരിച്ചപ്പോ ഞാൻ അമ്മയെ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശ്രമത്തിലാണ്. വേഗം ആയിക്കോളാൻ പറഞ്ഞു. വേഗം കോൺഫിഡൻസ് ഒക്കെ റെഡിയാക്കിയിട്ട് അമ്മ വെയിറ്റ് ചെയ്യാണ് റൈഡിന് വരാൻ. അല്ല, ചിലപ്പോ അന്ന് ഈ അജിത് സാറിന്റെ കൂടെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഒരാൾക്കൊക്കെ പോകാനുള്ള എക്സൈറ്റ്മെന്റ് പോലെ അമ്മയ്ക്ക് മോള് റൈഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ അങ്ങ് പോയി കളയാം.
നമ്മൾ ഏതായാലും സൈജുവിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ഇപ്പം ഫുട്ടേജിനോട് കുറിച്ച് ആധികാരികമായിട്ട് പറയാവുന്നത്. പക്ഷെ എനിക്ക് ഞാൻ അതിന്റെ കുറച്ച് ഫുട്ടേജസ് കണ്ട ഒരാളെന്നുള്ള രീതിയിൽ എനിക്കൊന്ന് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ സാധനം വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു എൻറ്റയർ ഫാമിലി അങ്ങനെ അതിന്റെ ഒരു ഹാപ്പിനെസ് ഒരു ഫാമിലി പാക്കേജ് പോലെയാണല്ലോ വരിക. ഇത് കുറച്ചുകൂടി ഒരു മെച്ചോർഡ് ഓഡിയൻസിന്റെ കുറെ കൂടി പറഞ്ഞ ഒരു അഡൽട്ട് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ പ്രിഫർ ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണല്ലോ. ഇതിന് 18+ എന്ന് തന്നെ ഞങ്ങൾ പോസ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ എന്നെ സംബന്ധിച്ച് ഒരു പുതിയ പരീക്ഷണം തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 18+ എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ ഒരു സർട്ടിഫൈ ചെയ്തിരിക്കണേ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിന്റെ മേക്കർ തന്നെ പറയുമായിരിക്കും. പിന്നെ മനീഷ് പറഞ്ഞതുപോലെ സാധാരണ എന്റെ സിനിമകളിൽ എപ്പോഴും കുടുംബം ഒന്നടക്കം എല്ലാ ഏജ് കാറ്റഗറിയും ചെറിയ കുഞ്ഞുങ്ങളും അപ്പൂപ്പനും ഉമ്മ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണ്. ഈ സിനിമ അങ്ങനെയല്ല എന്ന് തന്നെ പറയാം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടുതൽ ഒതന്റിക് ആയിട്ടുള്ള അവര് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ സൈജുവിനെ പോലത്തെ ആളുകൾ ഒരു എഡിറ്റർ ടേൺഡ് ഫിലിം മേക്കറാണ്. പിന്നെ അത് തന്നെ ഒരു എക്സ്പെരിമെന്റൽ ഐഡിയ എന്നുള്ള രീതിയിൽ വരികയാണ്. പക്ഷെ എനിക്കൊന്നൊരു തിയേറ്റർ ഡിസൈനിലെ പക്ക സിനിമ ചെയ്യുക. ഞാൻ തന്നെ അതിന്റെ കുറച്ച് പോർഷൻ കണ്ടപ്പോൾ സൈജു ഞാൻ ബാക്കി തിയേറ്ററിൽ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ പോസ് ബട്ടൺ ഞെക്കുമായിരുന്നു. സൈജു ആണെങ്കിലും കുറച്ച് പോർഷൻസ് ഇനിയും കാണിക്കാം അതിന്റെ എഡിറ്റ് പാറ്റാണെന്നൊക്കെ. പക്ഷെ സാധാരണഗതിയിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റിൽ നന്നാക്കാം അല്ലെങ്കിൽ എഡിറ്റിൽ ഇത് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു പക്ഷേ കംപ്ലീറ്റ് പ്ലാനിന് ശേഷം ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ. ആക്ടർ എന്നുള്ള രീതിയിൽ എന്താ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതിപ്പോ സൈജു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ക്രിസ്പായിട്ട് ഞാൻ പറയും, ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് ആണ്. അതായത് കണ്ടെടുക്കപ്പെട്ട ക്യാമറകളിലുള്ള 2 ക്യാമറകളിലുള്ള ദൃശ്യങ്ങളാണ് ഈ സിനിമ. ആ ദൃശ്യങ്ങളാണ് ഈ സിനിമ, ആ ദൃശ്യങ്ങളിൽ കൂടിയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ആ ദൃശ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സീനുകളും ഓരോ സീനും സിംഗിൾ ഷോട്ടായിട്ടാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ അതിന്റെ രസം കളയാൻ പാടില്ലെന്ന് തോന്നുന്നു. ഈ പിന്നെ ഇപ്പം ഫൺ ഫുട്ടേജ് സിനിമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ അങ്ങനെ വേൾഡിൽ വന്ന സിനിമയൊക്കെ ഭയങ്കര ഹൊറർ അങ്ങനെ ആ രീതിയിലുള്ളതാണല്ലോ. ഇതൊരു ക്രൈമിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരു ഫുട്ടേജ് ഒക്കെയാണ്. അപ്പൊ ആക്ടർ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മുമ്പ് ചെയ്ത പ്രൊജക്ട് ഒന്ന് ഡിഫറെന്റ് ആയി ചെയ്യേണ്ടതുണ്ടോ? എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാ സിനിമകളും ഞാൻ അങ്ങനെ തന്നെയാണ്. ഈ നമ്മൾ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണല്ലോ വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ പറയുന്നു, പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോഴാണ് നമ്മൾ എന്താണ് ഈ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആവുള്ളൂ. വേറൊരു കാര്യം, ഇപ്പം സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് കാണാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ഫസ്റ്റ് ഷോ കാണാൻ സ്വന്തം സിനിമ കാണാൻ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ മഞ്ജു വാര്യർ എന്ന ആക്ടറെ സംബന്ധിച്ചുള്ള എപ്പോഴും ഒരു തിയേറ്റർ വാച്ച് എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുൾ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫുൾ പാക്ഡ് ആയിട്ട് കാണണം എന്നുള്ള ആഗ്രഹിക്കുന്ന. ശരിക്ക് സ്വന്തം സിനിമ ഏതെങ്കിലും മൊമെന്റിൽ കാണാൻ പലപ്പോഴും ഫോഴ്സ് ചെയ്യപ്പെടുമല്ലോ. ഇതൊന്ന് കണ്ടു നോക്കണം, ഈ പോർഷൻ കണ്ടു നോക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് ഡബ്ബൊക്കെ ആയിട്ട്. ശരിക്ക് സിനിമയുടെ ഒരു ഏത് ഘട്ടത്തിൽ സിനിമ കാണാനാണ് ഭയങ്കര ആഗ്രഹം? എനിക്ക് തിയേറ്ററിൽ ഫുൾ പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ് തിയേറ്ററിൽ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാനാണ് എനിക്കിഷ്ടം. ഫുട്ടേജും അങ്ങനെ കാണാനാണ് പ്രിഫർ ചെയ്യുന്നത്? കാണാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ സിനിമകളിലും. എനിക്ക് എന്റെ മാത്രമല്ല എല്ലാവരുടെ സിനിമകളും എനിക്ക് അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ലീഡ് ആക്ടർ ആവുന്ന സമയത്ത് അങ്ങനെ പോയി കാണുന്ന സമയത്ത് ആളുകളെല്ലാം പറയാറുണ്ട്, ചിലപ്പം സ്ക്രീനിൽ നോക്കണതിന് വരും പുറകിലേക്ക് നോക്കും, പിന്നെ ആൾ വന്നിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് കൂടി അങ്ങനെ ഒരു കംഫർട്ട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൂടി പടത്തിൽ ആളുകൾ കാണട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ആളുകൾ പോകാതിരിക്കും. മലയാളി പ്രേക്ഷകരൊക്കെ അങ്ങനെ ഒന്ന് കാണും. പക്ഷെ അതിനുശേഷം അവര് വളരെ എന്താ പറയാ, കീനായിട്ട് വളരെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്ന പ്രേക്ഷകരാണ് മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചാലഞ്ചുമാണ്. അങ്ങനെയുള്ള പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നത് ഒരു എക്സൈറ്റ്മെന്റും കൂടിയാണ്. വെറുതെ അങ്ങനെ അന്ധമായിട്ട് ഒന്നിനെയും അങ്ങനെ എന്താ പറയാ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അത് ശരിയാണ്. എമ്പുരാന്റെ കാര്യത്തില് ഇപ്പം ലൂസിഫർ വരുന്ന സമയത്ത് പൃഥ്വി ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡെബ്യൂ ഫിലിമാണല്ലോ. ഇപ്പം പൃഥ്വി 3ാമത്തെ സിനിമയുടെ പ്രായമുള്ള ഫിലിം മേക്കർ കൂടിയാണല്ലോ. അപ്പം എല്ലാവരും ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കണിശതയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഭയങ്കര രസമുള്ള ആർക്കുള്ള ഒരു ക്യാരക്ടറാണ് പ്രിയദർശിനി. ഭയങ്കര വലിയ ആർക്കുണ്ട്. പിന്നെ എനിക്കൊന്ന് ആ ചിത കത്തിക്കുന്ന സീനാണെങ്കിലും പിന്നെ ലാലേട്ടനോട് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സീൻ മുതലുള്ള അവരുടെ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര രസമായിരുന്നല്ലോ. ഇതിലിപ്പം ആസ് എ ഫിലിം മേക്കർ വരുമ്പോൾ പൃഥ്വിയുടെ ഒരു ബ്രീഫും അങ്ങനെ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഒക്കെ എങ്ങനെയാണ്? ഞാൻ രാജുവായിട്ട് ആക്ടർ എന്നുള്ള നിലയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. മറ്റേ ഇതിലാണെങ്കിലും പാവാടയിലാണെങ്കിലും ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ളൂ.
ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് സത്യത്തിൽ രാജുവിനെ പരിചയമുള്ളൂ. പക്ഷേ ലൂസിഫറിൽ തന്നെ ആദ്യത്തെ സിനിമയായിരുന്നെങ്കിൽ പോലും ഏറ്റവും കോൺഫിഡൻസും ക്ലാരിറ്റിയും ഉള്ള ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സമയത്ത് തന്നെ. ഇപ്പോൾ പിന്നെ തീർച്ചയായിട്ടും രാജുവിന്റെ എക്സ്പീരിയൻസും എല്ലാം അതിന്റെ ഒരു ഇത് കൂട്ടിയിട്ടേ ഉള്ളൂ, അതിന്റെ ഒരു തിളക്കം കൂട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ അതേ ഒരു അത് കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നോ മറ്റേ ഞാൻ ഇപ്പോൾ ഈ എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് 4-5 വർഷമായി ശരിക്കും ലൂസിഫർ ഇറങ്ങി കഴിഞ്ഞിട്ട്. പക്ഷെ തിരിച്ച് അതേ ഒരു ഫ്ലോയിൽ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ വേറൊരു ഇപ്പം നമ്മൾ പുറത്തുനിന്ന് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം ഈ നമ്മൾ അഴിച്ചു വെച്ചൊരു കഥാപാത്രം വലിയ ഗ്യാപ്പിൽ പിന്നെയും ചെയ്യുവാണല്ലോ. നമ്മൾ തൊട്ട് തലേദിവസത്തെ ഒരാൾ പിറ്റേ ദിവസം വരുന്ന പോലെയാണല്ലോ ക്യാരക്ടറായി മാറേണ്ടത്. അത് ഭയങ്കര ഈസിയാണോ അവരുടെ ഒരു ചേഷ്ടകൾ, നടത്തം, അതിനൊരു യുണീക്നെസ് ഉണ്ടാവില്ല? ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഒരു സീക്വൽ ചെയ്യുന്ന ഒരേ കഥാപാത്രം തന്നെ മറ്റൊരു സിനിമയിൽ വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഇതിന് ശരിക്കും പിറ്റേ ദിവസത്തെ ഒരു അങ്ങനെയല്ല എടുക്കുന്നത്. ശരിക്കും ഇതിനും ഒരു 2-3-5 വർഷത്തെ കാലയളവിന് ശേഷം ഉള്ള കഥയിലെ ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ ഓക്കെയാണ്. കാരണം നമുക്ക് ഫോൾ ബാക്ക് ചെയ്യാൻ ഡയറക്ടറും ഹോൾ ടീമും ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ അതിനെ വല്ലാതെ ആശ്രയിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. അതിൻ്റെ സീൻസും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. രാജുവിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ പറയുന്ന പോലെ വളരെ ക്ലാരിറ്റിയുള്ള എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വളരെ അധികം ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് രാജു. അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ പൂർണ്ണമായി ആശ്രയിച്ചിട്ട് ഞാൻ സുഖമായിട്ടിരിക്കുക. ഇപ്പൊ തമിഴിലാണെങ്കിൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ ഒരു ചൈൽഡ്ഹുഡ് അച്ഛന്റെ ജോലിയൊക്കെ ആയി ബന്ധപ്പെട്ട് നാഗർകോവിലും പരിസരത്തൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ ഈ പല തമിഴ് പടം ചെയ്യാന്ന് ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് നമുക്ക് ട്രിച്ചി എന്നുള്ള ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ ഈ കുട്ടിക്കാലുള്ള അതിനെ കുറിച്ച് എഴുതിയിട്ട് പോലും ഉണ്ടല്ലോ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു സ്മെല്ലും സംഗതി ഓർമ്മയ്ക്കുള്ള നൊസ്റ്റാൾജിക് സ്ഥലത്തെ കുറിച്ച് ഈ യാത്രയിലോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു കുട്ടി മഞ്ജു വാര്യരുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് ആ ഒരു സ്ട്രോങ് നൊസ്റ്റാൾജിയ കിടക്കുന്നതുകൊണ്ടായിരിക്കും. തമിഴ് സംസാരിക്കുന്ന എവിടെയെങ്കിലും കേട്ടാൽ തന്നെ ഞാൻ ഇങ്ങനെ എന്റെ ചെവി കുറിപ്പിച്ചു ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനും ആദ്യം അസുരൻ ഷൂട്ട് ചെയ്തത് കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അത് ഞാനൊക്കെ പണ്ട് നാഗർകോവിലിൽ താമസിച്ചിരുന്നപ്പോൾ നാഗർകോവിൽ എങ്ങനെയായിരുന്നോ ആ ഒരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് കോവിൽപ്പട്ടി. അപ്പൊ അത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. തമിഴ് സംസാരിക്കുന്ന ആളുകളുടെ ഇപ്പൊ പിന്നെ എല്ലായിടത്തും ഇപ്പൊ മലയാളം യൂണിറ്റിലാണെങ്കിൽ പോലും ആരെങ്കിലും കാണും സംസാരിക്കുന്നു. പക്ഷെ ഒരു പൂർണ്ണമായിട്ട് തമിഴ് സംസാരിക്കുന്ന ഒരു യൂണിറ്റിലൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കുട്ടിക്കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കുണ്ട്. അപ്പോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കുറ്റാലം ഒക്കെ പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുള്ള സ്ഥലം, ഞങ്ങൾ ഫാമിലി ആയിട്ട് ടൂർ പോയിട്ടുള്ള സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കുറ്റാലം. അവിടെയൊക്കെ വിടുതലയുടെ ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വീണ്ടും പോകാൻ പറ്റുക, അപ്പോൾ എനിക്ക് അതൊക്കെ പക്ഷെ എൻ്റെ പേഴ്സണൽ സന്തോഷങ്ങളാണ്. അതൊന്നും ആർക്കും അറിയ പോലും പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ തുള്ളിച്ചാട്ടങ്ങൾ അതങ്ങനെയാ. പിന്നെ കന്യാകുമാരിയിൽ നാഗർകോവിലിന്റെ തൊട്ടടുത്തായിരുന്നു വേട്ടയന്റെ ഷൂട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ അന്ന് താമസിച്ച ആ ഭാഗത്തൊക്കെ അങ്ങനെ പോയോ? പിന്നീട് അങ്ങനെ പോകാൻ പറ്റിയോ? നാഗർകോവിലിൽ പോകുമ്പോ എപ്പോഴും ഞങ്ങൾ പണ്ട് താമസിച്ച വാടക വീടുകളുടെ മുമ്പിൽ കൂടെ വെറുതെയെങ്കിലും പോയി ഒരു 2 മിനിറ്റ് നിൽക്കാറുണ്ട്. അത് എപ്പോഴും ഉണ്ട്. അത് ഇത്തവണയും വേട്ടയന്റെ ഷൂട്ടിങ്ങിന് തിരിച്ചു വരുമ്പോഴായിരുന്നു തോന്നുന്നു. അതൊക്കെ കൂടെയുള്ളവർക്ക് എങ്ങനെ അങ്ങനെ ഏറ്റവും അടുത്ത ടീം കൂടെ ഉണ്ടാവില്ല, അവർക്ക് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് സൈജുവിന്റെ താവളത്തിലേക്ക് എത്തുന്നു. ഫുട്ടേജ് കാണാൻ വേണ്ടിയിട്ടും ഫുട്ടേജിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മള് പുറപ്പെട്ടത്. അപ്പൊ ഫുട്ടേജിലേക്ക് കടക്കാം. നിങ്ങള് സൈജുവിന്റെ ഫ്ലാറ്റിലെത്തി. ഫുട്ടേജ് ഇനി ഫുട്ടേജിലേക്ക് എനിക്കറിയാം. ഞാൻ ഫുട്ടേജ് കണ്ടത് എവിടെ, അപ്പൊ എനിക്ക് സൈജു വഴിതെറ്റി പോയില്ല. സൈജു അടിപൊളിയായിരുന്നു. ഇല്ല, മഴയെ നമ്മൾ നേരിട്ടു. നിങ്ങൾ മറ്റേ യൂണിഫോം എല്ലാവരും സൈജു വരണ്ടേ?
സൈജു നിങ്ങളുടെ നാട്ടിലേക്ക് പോണ്ടത് നമ്മളെ ലിഫ്റ്റിനകത്ത് കയറി പുറപ്പെട്ടു. എന്തായി സൈജു? എങ്ങനെയായി സൈജുവിനെ കാര്യങ്ങളൊക്കെ? ഏൽപ്പിക്കല്ലേ മുഴുവൻ കാര്യങ്ങള് എല്ലാം സൈജു പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫുട്ടേജിനെ കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല. ഫുട്ടേജിനെ കുറിച്ച് ഫുട്ടേജ് മുഴുവൻ എല്ലാം സൈജു. സൈജു പറയുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ട ഭാഗത്തിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. ഇനി ബാക്കി എല്ലാം പതിനാറ് എനിക്ക് ഓർമ്മയുണ്ട്. 16C അല്ലേ? 16C അല്ലേ? എല്ലാം കൊണ്ടും ഞാൻ എന്താ പറയുക, പുതിയ പരീക്ഷണങ്ങൾക്ക് ഞാൻ ഭയങ്കര തേഴ്സ്റ്റി ആയിട്ട് ഇരിക്കുന്ന ഒരു ഫേസിലാണ് ഞാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടല്ല വൈ മഞ്ജു വാര്യർ എന്ന് ചോദിക്കുന്നത് വൈ നോട്ട് മഞ്ജു വാര്യർ എന്നുള്ളത്. ഇതിലെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ അങ്ങനെ ആ സൈറ്റിൽ വരുന്നതാണ് ഇപ്പൊ അത് ഏറ്റവും നാച്ചുറൽ ആയിട്ട് തന്നെ അവിടെ ഒരു ബെഡിലിരുന്നിട്ട് എങ്ങനെയാണോ അവർക്ക് കിട്ടിയത്. ആക്ച്വലി സൈജു എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സാധനം ഓൾറെഡി ഷൂട്ടിംഗ് ആണ് അല്ലെ, പിന്നെ എഡിറ്റ് ചെയ്യണ്ട. ഈ ശരിക്കും നിങ്ങളുടെ എഡിറ്റ് ടൈമിൽ ഏറ്റവും കുറഞ്ഞ കൈക്രിയുള്ള രണ്ടു വശം കട്ട് ചെയ്തല്ല സീൻ സെറ്റ്